അമ്മമ്മേ, അപ്പൂപ്പ, കഞ്ഞി വിളമ്പി വന്നേ, നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ടേ? ജഗന്നാഥന്റെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പു തിരക്കി. വരാൻ കുഞ്ഞെ, അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു. ഇരുവരെയും കൊണ്ടുപോയി ഡൈനിങ് ടേബിളിനടുത്തായി കസേര നീക്കിയിട്ട് കൊടുത്ത് ഇരുത്തിച്ചു അപ്പു. കഞ്ഞി കുടിച്ചിട്ട് ഇന്നലത്തെ പോലെ മരുന്ന് കഴിക്കാതെ പോയി കിടന്ന് ഉറങ്ങരുത് കേട്ടോ അപ്പൂപ്പ. കൊച്ചു കുഞ്ഞിനോടെന്ന പോലെ അപ്പു അയാളോട് പറഞ്ഞു. അത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് കുഞ്ഞെ. പ്ലേറ്റ് നീക്കി വെച്ച് അപ്പു വിളമ്പിയ ചൂട് കഞ്ഞിയും അച്ചാറും പപ്പടവും കോവയ്ക്ക മെഴുക്കുപുരട്ടിയും സ്വാദോടെ കഴിക്കുമ്പോൾ അയാൾ പറഞ്ഞു. വെറുതെയാണ് അപ്പു, മരുന്ന് കഴിക്കാൻ മടിച്ചിട്ടല്ല കേട്ടോ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് കുഞ്ഞെ നിന്റെ അപ്പൂപ്പന്റെ വിചാരം. അയാളുടെ മുഖത്ത് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ദേവകി പറഞ്ഞു. രണ്ടാളുടെയും കാട്ടുകുട്ടൽ കണ്ട് അപ്പു ചിരിയോടെ കഞ്ഞി സ്പൂണിൽ കോരിയെടുത്തു. നാളെ കഴിഞ്ഞാൽ ആരാ അമ്മമ്മ ഇതൊക്കെ ചെയ്യുക? കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പൂപ്പന് മരുന്നൊക്കെ എടുത്തു കൊടുത്തിട്ട് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള ഒതുക്കുമ്പോൾ അപ്പു ചോദിച്ചു. അതിനെന്താ കുഞ്ഞെ, ഇവിടെ തങ്കമണിയില്ലേ? ദേവകി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചേച്ചി പുറം പണിക്കല്ലേ വരുന്നത്. ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അമ്മമ്മയ്ക്ക് പണ്ടത്തെ പോലെ ആവില്ലല്ലോ. ഞാൻ രാവിലെ ഇങ്ങോട്ട് ഓടി വരാം. എന്നിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കോളേജിൽ പൊയ്ക്കോളാം. അപ്പു അവരെ ചുറ്റിപ്പിടിച്ച് ആ തോളിൽ മുഖം ചേർത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു. ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാനും കൂട്ടുകിടക്കാനും ഒക്കെയായി ഇനി തങ്കമണി പണ്ടത്തെ പോലെ ഇവിടെ താമസിക്കും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മമ്മയുടെ കുട്ടി വിഷമിക്കേണ്ട. അവർ അവളുടെ നിറഞ്ഞു തൂവിയ മിഴികൾ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു. ഇവിടെ ഇരിക്കെ അമ്മമ്മേ, പറയട്ടെ. എല്ലാം എൻ്റെ മോൾക്ക് അറിയാമെങ്കിലും അമ്മമ്മ പറയുന്നതൊക്കെ മോള് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അപ്പുവിന്റെ മുറിയിൽ വന്ന് അവളെ ബെഡിൽ പിടിച്ചിരുത്തിയിട്ട് അവർ പറഞ്ഞു. അവൾ മുഖമുയർത്തി അവരെ നോക്കി എന്താണ് പറയാൻ പോകുന്നത് എന്ന പോലെ. നീ എന്തിനാ അപ്പു കാശിയെ പേടിക്കുന്നത്? അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ പ്രവർത്തിച്ചോ വേദനിപ്പിച്ചിട്ടുണ്ടോ മോളെ? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അമ്മമ്മ തിരക്കി. അത് പിന്നെ അമ്മമ്മേ, പണ്ട് ഒന്നുമില്ല അമ്മമ്മേ. എനിക്കെന്തോ കാശിയേട്ടനെ കാണുമ്പോൾ പേടിയാവും. അപ്പു മുഖം കുനിച്ചിരുന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പേടിക്കേണ്ട കേട്ടോ. പാവമാണ് എൻ്റെ കുഞ്ഞ്. സ്നേഹം എന്തെന്ന് അവനെ അറിഞ്ഞിട്ടില്ല. മോൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തതും അവനും ഉള്ളതും ഒരുപോലെയാണല്ലോ. ഇനി നീ വേണം അവന് എല്ലാമാകാം. അപ്പു നേർമേൽ മൂളി. പിന്നെ ആ വീട്ടിൽ അവൻ തനിച്ചാണ്, വയ്പും കുടിയുമൊക്കെ. ഇനി മോളും അവൻ്റെ കൂടെ കൂടണം. നീ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യണ്ട. അതുപോലെ അവനെയും ഒറ്റപ്പെടുത്തരുത്. എന്നും എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവണം. ഇതൊന്നും അമ്മമ്മയുടെ കൊച്ചിന് പറഞ്ഞു തരേണ്ട എന്ന് അറിയാം. എങ്കിലും പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഞാൻ ഞാനിനി കാശിയേട്ടനോട് സംസാരിച്ചോളാം. പിന്നെ അമ്മമ്മ പറഞ്ഞതുപോലെ ഒക്കെ തന്നെ ജീവിച്ചോളാം. അവർ പറഞ്ഞതിന് സമ്മതിക്കുമ്പോൾ കാശിയുടെ മുന്നിൽ എത്തുമ്പോൾ പിടയ്ക്കുന്ന ഹൃദയത്തെയും വിറയ്ക്കുന്ന കൈകാലുകളെയും കുഴഞ്ഞു പോകുന്ന ദേഹവും എന്തു ചെയ്യണം എന്ന് ഓർത്തുപോയി അപ്പു. മുഖത്തേക്ക് വെളിച്ചമടിച്ചപ്പോഴാണ് അപ്പു കണ്ണു തുറന്നത്. ഇന്നലെ അമ്മമ്മയോട് സംസാരിച്ചു കിടന്ന് എപ്പോഴോ ആണ് ഉറങ്ങിയത്. ഇതിപ്പോ നേരം ഒരുപാടായെന്ന് തോന്നുന്നു. ഇത്രയും നേരം പുലരും വരെ ഉറങ്ങാറേയില്ല. ആലോചനയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു ജനൽ തുറന്നു അപ്പു. ഉണർന്നോ അമ്മമ്മയുടെ കുട്ടി? മുറിക്കുള്ളിൽ കയറി വന്ന ദേവകി അപ്പുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് തിരക്കി. അമ്മമ്മ എന്താ എഴുന്നേറ്റ് പോയപ്പോ എന്നെ വിളിക്കാഞ്ഞേ? അവരുടെ വയറിൽ മുഖം ചേർത്ത് ഇരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൾ തിരക്കി. എന്റെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു, അതാ ഞാൻ വിളിക്കാഞ്ഞത്. ഇപ്പോ എന്റെ അപ്പു ചെന്ന് കുളിച്ച് പുതിയ ധാവണി ഇരിപ്പില്ലേ, അതെടുത്തുടുത്ത് സുന്ദരി കുട്ടിയായി താഴേക്ക് വായോ. മുഖം താഴ്ത്തി അവളുടെ നെറ്റിൽ ചുണ്ട് അമർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. കുളിച്ചിട്ട് ഇപ്പൊ വരാവേ അമ്മമ്മേ. എന്നിട്ട് അപ്പൂസ് സ്പെഷ്യൽ ഫിൽറ്റർ കോഫി തയ്യാറാക്കി തരാം കേട്ടോ. അവരുടെ കവിളിലെ ചുക്കിച്ചുളിഞ്ഞ തൊലി ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അപ്പു ഓടി ബാത്റൂമിൽ കയറി. കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അവിടെ വേറെ ആളുണ്ട്. ഇപ്പൊ നീ കുളിച്ചു മാറാനുള്ള തുണി എടുത്തിട്ട് പോയേ അപ്പു. പിടച്ചുകൊണ്ട് ഓടുന്നവളെ നോക്കി അമ്മമ്മ ചിരിയോടെ വിളിച്ചു പറഞ്ഞു. അതാരാ ഇവിടെ അടുക്കളയിൽ പണിയാൻ? തങ്കമണി ചേച്ചിയാണോ അമ്മമ്മേ? തിരികെ വന്ന് കുളിച്ചു മാറാനുള്ളതൊക്കെ എടുക്കുന്നതിനിടയിൽ അപ്പു തിരക്കി. ഉവ്, പിന്നെ അവളെ സഹായിക്കാൻ അവളുടെ നാത്തൂൻ ശാന്ത കൂടെയുണ്ട്. അതെന്തിനാ അമ്മമ്മേ? ഇവിടെ നമ്മൾ 3 പേരുമല്ലേ ഉണ്ടാവുക. കുഞ്ഞമ്മായി ആദ്യേട്ടന്റെ വീട്ടിലല്ലേ പോവുള്ളൂ. അവിടെയും ഇന്ന് കല്യാണത്തലേന്നല്ലേ. തുണിയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തിൽ അപ്പു തിരക്കി. അവരാരും എൻ്റെ അപ്പുവിന്റെ കാര്യത്തിന് വരണ്ട. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പു. ഇന്ന് കാശിയുടെ കൂടെ ആരാ ഉണ്ടാവുക? അവന് ജന്മം കൊടുത്ത അവന്റെ അച്ഛൻ പോലും ഇന്ന് അങ്ങോട്ട് പോവുമെന്ന് കണ്ടറിയാം. നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മയ്ക്ക് അപ്പൂപ്പനെ കൂട്ടി അങ്ങോട്ട് പോയിക്കൂടെ? വൈകിട്ട് ഇങ്ങോട്ടും വന്നാൽ മതി. ഞാനിവിടെ നിന്നോളാം. ഇതുവരെ കാശി ഒറ്റയ്ക്കാണെന്നോ അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവട്ടെ എന്നോ ചിന്തിക്കാതെ അപ്പൂപ്പനെയും അമ്മമ്മയെയും തന്റെ മാത്രം ആക്കി വെച്ചതിൽ ആദ്യമായി അവൾക്ക് വിഷമം തോന്നിയിട്ട് ആ വിഷമത്തിൽ തന്നെ അവൾ പറഞ്ഞു. ഞാൻ പോകുന്നില്ല കുഞ്ഞെ, അപ്പൂപ്പൻ പോകും. പിന്നെ ഇവിടെ അച്ചുവും കുടുംബവും കൂടെ നിൽക്കും പോലെ അവിടെ അമൽ മോനും അവന്റെ കുടുംബവും ഉണ്ട് അവനൊപ്പം. നീ ഇനിയും ആലോചിച്ച് നിൽക്കാതെ ചെന്ന് കുളിച്ചിട്ട് വാ.
ആലോചിച്ച് നിന്നവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടാണ് ദേവകി താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ എഴുന്നേറ്റില്ലേ ദേവകി? കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നോർത്താണ് ഞാൻ നിന്നത്. താഴേക്ക് ഇറങ്ങി വന്നവരെ കണ്ട് ജഗന്നാഥൻ തിരക്കി. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉണർന്നതേയുള്ളൂ. ഇന്നലെ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു താമസിച്ചല്ലേ ഉറങ്ങിയത്. കുളിക്കാൻ കയറിയിട്ടുണ്ട്, ഇപ്പൊ വരും. ദേവകിയമ്മ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഡ്രൈവർ ശശി വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോകാൻ ഞാൻ വിടില്ല. ഒന്നാമതേ ഇപ്പൊ തീരെ വയ്യാതെ ഇരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാശി നോക്കിക്കോളും എന്ന സമാധാനമുണ്ട്. കയ്യിൽ കരുതിയ കുഞ്ഞു കവറിലെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്നുകൾ എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ശശി വന്നിട്ടുണ്ട് ദേവകി. പിന്നെ ഇവിടുന്ന് 10 മിനിറ്റ് പോകാനേ ഉള്ളൂ എങ്കിലും വണ്ടി ഓടിച്ചോ നടന്നോ പോകാനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ല. ചാരു കസേരയിൽ അമർന്നിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു. തീരെ വയ്യാന്ന് എനിക്കറിയാമെങ്കിലും നമ്മുടെ കുട്ടികളാണ് രണ്ടുപേരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ. പറ്റുന്നത് പോലെ രണ്ടാളുടെയും കൂടെ നമുക്ക് നിൽക്കാം. അവർ തെക്കേ തൊടിയിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു. അപ്പുവിനെയും കാശിയെയും ഒരുമിച്ച് ചേർക്കാൻ എന്തുകൊണ്ടാണ് ദേവകി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത്? കസേരയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് അയാൾ തിരക്കി. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. കാശി നമ്മുടെ കൂടെ ആയിരുന്നുവെങ്കിലും വളരും തോറും അവൻ എല്ലാവരിൽ നിന്ന് അകന്നുപോയി. പിന്നെ അപ്പുവിനെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഞാൻ അക്കാര്യം നേരത്തെ പറയാഞ്ഞത്. പിന്നെ എല്ലാത്തിനും ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടെന്നല്ലേ? അവർ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും എന്റെ അപ്പുവിനെ വേണ്ടാന്ന് പറഞ്ഞ് ആ സുരേന്ദ്രന്റെ മോളെ കെട്ടാൻ ആദ്യം സമ്മതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേയില്ല. ജഗന്നാഥൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇനി നാളെ 2 കല്യാണവും അമ്പലത്തിൽ വെച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞുള്ള സദ്യ നമ്മൾ അമ്പലത്തിലെ ഹാളിലല്ലേ ഏർപ്പാട് ചെയ്തത്. ആദ്യമൊക്കെ അമ്പലത്തിലെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ സുരേന്ദ്രൻ ഏർപ്പാടാക്കിയ ഹോട്ടലിലേക്ക് പോകും. നമുക്ക് അപ്പുവിനെയും കാശിയെയും തനിച്ചു വിട്ടു പോകാൻ കഴിയില്ലല്ലോ. ഒക്കെ കഴിയുമ്പോൾ ഹേമയുടെ വക പരാതി ഉണ്ടാവും. ദേവകി ചിന്താഭാരത്തോടെ തിരക്കി. അവിടെ അനന്തം ഉണ്ടല്ലോ. അവൻ മാത്രമല്ല ജയനും കുടുംബവും ഒക്കെ അവർക്കൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് കാശിക്കും അപ്പുവിനും ഒപ്പം നമ്മൾ പോകും. അവസാനം വരെ പിള്ളേർക്കൊപ്പം നമ്മളെങ്കിലും വേണം. ഇല്ലെങ്കിൽ എന്റെ വൈദുവിന്റെ ആത്മാവ് പോർക്കില്ല. കണ്ണുകൾ തുളുമ്പാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു. ആരാലെയോ ചതിക്കപ്പെട്ട് ഗർഭിണിയായി ജീവിക്കാൻ വഴിയില്ലാതെ ഇവിടേക്ക് തിരികെ വന്നപ്പോഴും പ്രസവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ പോകുമ്പോഴും അവൾ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ കൈവിട്ട് കളയരുത് എന്ന് മാത്രമായിരുന്നു. അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എല്ലാ നാണക്കേട് സഹിച്ചു ഞങ്ങൾ ഈ 2 ജന്മങ്ങൾ അവളെ പൊന്നുപോലെ ചേർത്ത് പിടിച്ചു തന്നെ വളർത്തി. ഇനി ഞങ്ങൾക്ക് എന്തേലും വന്നുപോയാൽ ഇവിടെയിട്ട് ആ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്യും ബാക്കിയുള്ളവർ. ഇതാകുമ്പോൾ ഞങ്ങളില്ലാതെ ആയാലും അവൾക്ക് സ്വന്തമായ ഒരാൾ, അവളെ സ്നേഹിക്കാൻ കരുതലോടെ കൊണ്ടു നടക്കാൻ കാശിക്ക് കഴിയും. ആലോചനയോടെ അയാൾ നനഞ്ഞ കണ്ണുകൾ അടച്ചിരുന്നു. അമ്മമ്മേ, അപ്പൂപ്പ, നോക്കിയേ, കൊള്ളാവോ ഈ ധാവണി കൊടുത്തിട്ട്? മുന്നിൽ വന്നു നിന്ന് ധാവണിയുടെ സ്കർട്ടിന്റെ ഇരുവശവും പിടിച്ചു നിന്ന് കറങ്ങുന്ന പെണ്ണിനെ കാണെ കൺമുന്നിൽ വൈദേഹിയാണ് നിൽക്കുന്നതെന്ന് തോന്നി ദേവകിക്കും ജഗന്നാഥനും. കാശിയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിലിരിക്കുമ്പോഴും 20-ാം വയസ്സിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ട മകളുടെ ഓർമ്മകളിൽ തന്നെയായിരുന്നു ജഗന്നാഥൻ എന്ന ആ പിതാവ്. മേനോൻ ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? വയ്യാതിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് നല്ലതല്ല. ഡ്രൈവർ ശശി ഒരു സഹോദരന്റെ കരുതലോടെ അയാളോട് പതിയെ പറഞ്ഞു. അറിയാമെടാ, ഞാൻ എന്റെ മോളെ ഓർത്തുപോയി, എന്റെ വൈദേഹിയെ. പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നീര് പൊടിഞ്ഞു. ഇനി ആ വേദനിക്കുന്ന ഓർമ്മകൾ വേണ്ട ചേട്ടാ. അപ്പം മോളെ ഓർത്താ മതി. നിങ്ങൾ അവളെ പൊന്നും പോലെ നോക്കും എന്ന് വിശ്വസിച്ച് ഈ കൈകൾ ഏൽപ്പിച്ചു പോയതല്ലേ വൈദക്കുഞ്ഞു? അയാൾ ജഗന്നാഥനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം ശരിയാണടോ. എനിക്ക് വയ്യാതാകും വരെ എന്റെ കുഞ്ഞിനെ ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ ഞാൻ നോക്കി. പക്ഷേ ഞാനൊന്ന് വീണതു മുതൽ എന്റെ കുഞ്ഞ് അവരുടെ വീട്ടിലെയൊക്കെ അടുക്കളപ്പണിക്കാരിയാണെന്ന ചിന്തയാണ് ആ 2 പെണ്ണുങ്ങൾക്കും. അപ്പുവിനെ കൊണ്ട് അവരൊക്കെ ജോലി ചെയ്യിക്കുന്നത് ഓർത്ത് അയാൾ പറഞ്ഞു. എന്നിട്ടും ചേട്ടൻ എന്തിനാ ആദ്യ കുഞ്ഞിനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ സമ്മതിച്ചത്? പുറത്തു നിൽക്കുന്ന എനിക്ക് പോലും തോന്നി ആ കുഞ്ഞ് ആ ഹേമചേച്ചിയുടെ കൂടെ സന്തോഷമായിട്ട് കഴിയില്ല എന്ന്. ശശി തന്റെ അഭിപ്രായം മറയില്ലാതെ തുറന്നു പറഞ്ഞു. അവൻ എന്റെ കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളെന്നും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണുമല്ലോ എന്നൊരു സ്വാർത്ഥത കൂടെ ആയപ്പോൾ ആ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിച്ചു പോയടാ. പക്ഷേ എന്റെ കുഞ്ഞ് അത്ര പാപിയായിരുന്നില്ല. അതുകൊണ്ടാവും അവനായി തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ജഗന്നാഥൻ സീറ്റിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു. കാശിക്കുഞ്ഞ് പെട്ടെന്ന് ആരോടും അടുപ്പം കാണിക്കുകയില്ല എന്നേ ഉള്ളൂ. അവൻ സ്നേഹമുള്ളവനാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പിശുക്കിയാണെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. പക്ഷേ ആദ്യ കുഞ്ഞിന് ഞങ്ങളൊക്കെ ഇപ്പോഴും അടിയാളന്മാർ ആണെന്ന ഭാവമാണ്. എന്തായാലും അപ്പുമോളും ആ മോനും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാം മേനോൻ ചേട്ടാ. ശശി ആത്മാർത്ഥമായി തന്നെയാണ് അത് പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ ശരിയാണടാ. എന്റെ മകൾ എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ.
ആ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. പറഞ്ഞു നിർത്തുമ്പോഴേക്കും കാശിയുടെ രാഗം എന്ന വീടിന്റെ മുറ്റത്ത് കാർ കൊണ്ട് നിർത്തിയിരുന്നു ശശി. അമ്മേ, എന്റെ അപ്പൂസിനെ നോക്കിക്കേ, ധാവണിയൊക്കെ ഉടുത്ത് വലിയ പെണ്ണായല്ലേ. വല്ലിശ്ശേരിയിലേക്ക് കയറി വരുമ്പോൾ ഉമ്മറത്ത് ദേവയ്ക്കൊപ്പം ഇരിക്കുന്ന അപ്പൂനെ കണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അശ്വതി അവളുടെ അമ്മ രാധയോട് പറഞ്ഞു. ചുമ്മാതെ ഇരി പെണ്ണെ, കൊച്ചിനെ കളിയാക്കാതെ. അവളെന്നും എന്റെ വൈദ്യുകുഞ്ഞിന്റെ കുഞ്ഞു മോളാണ്. താൻ അച്ഛനെ ഗർഭിണിയായിരിക്കെ ഇവിടെ വരുമ്പോൾ ആരെയോ പ്രണയിച്ചു ചതിപറ്റിയ ഒരു ചെറിയ പെൺകുട്ടി. നാത്തൂന്മാരുടെ കണ്ണിലെ കരടായി ആ പിന്നാമ്പുറത്ത് ഒറ്റയ്ക്കിരിക്കും. അന്ന് ആ കുഞ്ഞു വയറ്റിൽ കിടന്ന ഇത്തിരി ജീവൻ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ഭാര്യയാവും. നീ അറിയുന്നുണ്ടോ വൈദു? നീ നീ സ്വപ്നം കണ്ട കൊതിയോടെ കാത്തിരുന്ന ആ പൊന്നുമോൾ ഒരു ഭാര്യയാവുന്നു. അതും ഒരിക്കൽ നീ പറഞ്ഞതുപോലെ നിന്റെ കാശിമോന്റെ പെണ്ണ്. നിനക്ക് സന്തോഷമായില്ലേ പെണ്ണെ? തെക്കേ തൊടിയിലേക്ക് നോക്കി നിൽക്കെ ഓരോന്ന് മനസ്സിലോർത്ത് നിന്നു രാധ. ആ നേരം ഒരു കുഞ്ഞിളം കാറ്റ് ആ ഉമ്മറത്ത് നിന്നവരെ അരിമയോടെ തഴുകിപ്പോയി. ഇവിടെ തന്നെ നിൽക്കാതെ അച്ചുമോളെ വിളിച്ച് അകത്തേക്ക് പൊയ്ക്കോ അപ്പൂ. ദേവകി രാധയെ കൂട്ടി അകത്തേക്ക് കയറുമ്പോൾ പെൺകുട്ടികളോടായി പറഞ്ഞു. ഇവിടെ ഇന്ന് വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ അപ്പൂ? അച്ചു അവളുടെ സാരിയൊക്കെ നോക്കി കാണുന്നേരം ചോദിച്ചു. ഇവിടെയുമില്ല അവിടെയുമില്ല അച്ചു, രണ്ടിടത്തും നിന്റെ ആഗ്രഹം നടക്കൂല. അച്ചു എപ്പോഴും പറയും അപ്പുവിന്റെ കല്യാണ ഫംഗ്ഷന് ഡാൻസ് കളിക്കണമെന്ന്. അതേക്കുറിച്ചാണ് അപ്പു പറഞ്ഞത്. ഒന്നും വേണ്ടടി പെണ്ണെ, ഡാൻസും പാട്ടും ആർപ്പുവിളിയും ഒന്നുമില്ലെങ്കിലും നീ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. അപ്പുവിന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അല്ലടി പെണ്ണെ, കാശിയേട്ടനോടുള്ള നിന്റെ പേടിയൊക്കെ മാറിയോ? അച്ചു അവളുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ചോദിച്ചു. പേടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇനി മുതൽ കാശിയേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമെന്നും ഒറ്റയ്ക്കാക്കരുതെന്നും എപ്പോഴും കരുതലോടെ കൂടെ നിൽക്കണമെന്നുമൊക്കെ അമ്മമ്മ പറഞ്ഞു. അപ്പു ആലോചനയോടെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. നീ ഇനി കാശിയേട്ടനെ കണ്ടു പേടിച്ചു വിറച്ച് ഒന്നും നിൽക്കരുത്. നീ ആ മനുഷ്യന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വെച്ച് വേണം ഓരോ കാര്യവും ചെയ്യാൻ. വലിയ കാരണവത്തിയെ പോലെ അച്ചു അപ്പുവിനെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. രണ്ടാളും കൂടെ ഇവിടെ ഇരിക്കുവാണോ അച്ചു? നീ താഴേക്ക് ചെന്ന് ആ തങ്കമണി ചേച്ചിയുടെ കൂടെ നിന്ന് ജ്യൂസ് റെഡിയാക്കി വെക്കും. ഞാൻ അപ്പുമോളുടെ സാരിയും സ്വർണവും ഒക്കെ നോക്കിയിട്ട് വരാം. മുറിക്ക് അകത്തേക്ക് കയറി വന്ന രാധ പറഞ്ഞു. രാധ ആ പറഞ്ഞത് അത്ര ഇഷ്ടമാവാതെ അവരെ ഒന്ന് നോക്കിയിട്ട് അച്ചു താഴേക്ക് ഇറങ്ങിപ്പോയി. രാധ ചെന്ന് വാതിൽ ചാരിയിട്ട് അപ്പുവിന്റെ അരികിൽ വന്നിരുന്നു. അപ്പു, രാധ അവളുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് വിളിച്ചു. അപ്പു മൂളി. മോൾക്ക് കാശിയെ പേടിയാണോ? രാധ അവളുടെ കുപ്പിവളയിട്ട കയ്യിൽ തലോടിക്കൊണ്ട് തിരക്കി. ആദ്യമൊക്കെ ഒത്തിരി പേടിയായിരുന്നു രാധമാമി. പക്ഷേ ഇന്നലെ ഞാൻ കാശിയേട്ടന്റെ മുന്നിൽ പോയി നിന്നല്ലോ, അപ്പൊ എനിക്ക് അധിക പേടിയൊന്നും തോന്നിയില്ല. നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ അപ്പു പറഞ്ഞു. എന്നിട്ട് അപ്പു സംസാരിച്ചു കാശിയോടും? രാധ ചോദിച്ചതിന് അപ്പോൾ ഇല്ലെന്ന് മറുപടിയായി ചുമലനക്കിക്കൊണ്ട് മൂളി. മാമി, എന്റെ കുഞ്ഞിനോട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കണം. അതൊക്കെ മനസ്സിലാക്കി വേണം എന്റെ മോള് കാശിക്കൊപ്പം ജീവിക്കാൻ. അവളുടെ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ രാധ പറഞ്ഞു. മാമി പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പുഞ്ചിരിയോടെ ആ കുഞ്ഞു പെണ്ണ് അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. വൈകിട്ടോടെ രാധയും അച്ചുവുമൊക്കെ വീട്ടിലേക്ക് തിരികെ പോയി. ഇനി നാളെ രാവിലെ വരും. ഇവിടുന്ന് ഒരുമിച്ചാവും അമ്പലത്തിൽ പോവുക. അപ്പു ആഹാരം കഴിച്ചു മുകളിലേക്ക് പൊയ്ക്കോ. രാത്രി കുഞ്ഞ് നല്ലോണം ഉറങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ മുഖമൊക്കെ വല്ലാതെ ഇരിക്കും. നിന്നെ അണിയിച്ച് ഒരുക്കാനൊക്കെയുള്ള ആളെയൊക്കെ രാധ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടിയോട്? അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ദേവകി ചോദിച്ചു. അപ്പു അപ്പോഴും രാധ പറഞ്ഞതൊക്കെ ഓർത്ത് നിന്നുകൊണ്ട് മൂളി. എന്താ കുഞ്ഞെ, നിനക്ക് ഇത്രയും വലിയ ചിന്ത? അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞിട്ട് മുഖം തിരിച്ചു അവർ തിരക്കി. അത് അമ്മമ്മേ, രാധമാമി. അപ്പു എങ്ങനെ അതൊക്കെ അവരോട് പറയും എന്ന് ആലോചിച്ച് നിന്നു. രാധ പറഞ്ഞതിൽ അപ്പുവിന്റെ നല്ല ജീവിതത്തിന് വേണ്ടത് എടുക്കുക, അല്ലാത്തതൊക്കെ ഞങ്ങൾ പഴമക്കാരുടെ വാക്കുകൾ ഒന്ന് ഓർത്തു വിട്ടേക്ക്. അവളുടെ അങ്കലാപ്പ് കണ്ട് അവർ പറഞ്ഞു. കാശിയേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിൽ എൻ്റെ അഭിപ്രായം പറയണം എന്നൊക്കെ രാധമാമി പറഞ്ഞു. ഞാൻ എങ്ങനെയാ അമ്മമ്മേ കാശിയേട്ടനോട് അങ്ങനെയൊക്കെ പറയുക? വിളറിയ മുഖത്തോടെ അപ്പു തിരക്കി. ഇപ്പോൾ അമ്മമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? മോൾ ആലോചിച്ച് മറുപടി പറയണം. ദേവകി അവളെ പിടിച്ച് അവിടെ കിടന്ന കസേരയിൽ ഇരുത്തി അടുത്ത കസേരയിൽ അവരും ഇരുന്നുകൊണ്ട് ചോദിച്ചു. അപ്പു മൂളി. നാളെ വിവാഹം കഴിഞ്ഞു അമ്മമ്മയുടെ കുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാശി പറയും ഇനിയും പഠിക്കാൻ പോകണ്ട എന്ന്. അവൻ അങ്ങനെ പറഞ്ഞാൽ അപ്പു എന്തു ചെയ്യും? ദേവകി അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു. കാശിയേട്ടൻ അങ്ങനെ പറയൂ അമ്മമ്മേ? ഒത്തിരി പഠിപ്പും ജോലിയും ഒക്കെ ഉള്ള ആളല്ലേ? അപ്പു ആശങ്കയോടെ അവരെ നോക്കി. അങ്ങനെ പറഞ്ഞാൽ കുട്ടി എന്തു ചെയ്യും? അല്ലെങ്കിൽ അവനോട് എന്തു പറയും? ദേവകി വല്ലായ്മയോടെ അവളത് നിറയുന്ന കണ്ണുകളിൽ നോക്കി ചോദിച്ചു. എനിക്ക് പഠിക്കണമെന്ന് പറയും, ഉറപ്പായും പറയും. ഒത്തിരി മാർക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പാസ്സാകും, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണം എന്ന് പറയും.
നിറഞ്ഞു തുളുമ്പി നിന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അപ്പു വാശിയോടുകൂടി പറഞ്ഞു. ഇതാണ് രാധ പറഞ്ഞത്. ഇവിടെ ആരെന്ത് പറഞ്ഞാലും തലയാട്ടി സമ്മതിക്കും പോലെ കാശിയുടെ അടുത്ത് നിൽക്കരുത്. അവൻ പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നിനക്ക് ദോഷമാകുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്, ഇതൊക്കെ ശരിയും തെറ്റും മനസ്സിലാക്കി അപ്പു പ്രതികരിക്കണം. നിന്റെ അഭിപ്രായം എവിടെയും നീ തുറന്നു പറയണം. നിന്റെ അവകാശത്തിൽ കൈകടത്താൻ ആരെയും അനുവദിക്കരുത്. ആരോടും ഒന്നും പറയാൻ സമ്മതിക്കാതെ മിണ്ടാപ്രാണിയായി നിന്നെ വളർത്തിയത് ഞങ്ങളുടെ തെറ്റാണ്. പക്ഷേ ഇനി അതൊന്നും പോരാ. എൻ്റെ അപ്പു നല്ല ധൈര്യമുള്ള ഉശിരുള്ള പെൺകുട്ടിയായിട്ട് വേണം ജീവിക്കാൻ. ഇനി വർത്തമാനം പറഞ്ഞിരിക്കേണ്ട. മോള് പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ദേവകി അവളുടെ കവളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. ഏകദേശം ഇതൊക്കെ തന്നെയല്ലേ രാവിലെ രാധമാമി പറഞ്ഞത്? പിന്നെയും വേറെ കുറെ പറഞ്ഞല്ലോ. ഭാര്യയുടെ കടമ എന്നും പറഞ്ഞു. അപ്പോൾ അമ്മമ്മ പറഞ്ഞതും കൂടെ കേട്ട് ആകെ പെട്ടതുപോലെ ഒരേ ഇരിപ്പ് ഇരുന്നുപോയി അപ്പു.